എൻ്റെ വീടുമായിട്ടുള്ള ബന്ധം സാധാരണ ഗൾഫുകാരൻ ഫോൺ വിളിക്കാൻ പറ്റും, കത്ത് വിടാൻ പറ്റും. പക്ഷേ എനിക്കതൊന്നും പറ്റുന്നില്ലല്ലോ. അപ്പോൾ ഗൾഫിൽ നിന്ന് ഫോൺ വിളിക്കാനുള്ള ഒരു ഐഡിയ ആദ്യം കരീമിൻ്റെ കടയുടെ തൊട്ടടുത്ത് ഫോൺ ബൂത്ത് ഉണ്ട്. ബംഗാളികളും മലയാളികളും ഒക്കെ അവിടെ കോയിൻ ഇട്ടിട്ടൊക്കെ ഫോൺ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു ദിവസം ഒരു കാർഡ് 30 രൂപയുടെ ഒരു കാർഡുണ്ട്, അത് വാങ്ങി ഞാൻ കുത്തി. അപ്പോൾ എൻ്റെ വീട്ടിൽ ഫോണില്ല, താഴത്തെ വീട്ടിലാണ്. ഒരു അമ്മായിയുടെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, ഞാനാണ് റഷീദാണ്. വിളിച്ചിടുമ്പോൾ കിട്ടി, ഞാനാണ് റഷീദാണ്. ആ, എൻ്റെ ഉമ്മാനും വാപ്പാനൊന്ന് വിളിക്കുമോ, ഞാനിങ്ങനെ ഒന്ന് വിളിക്കാനാണ്, ഞാൻ വന്നിട്ട് ഇത്ര ദിവസമായില്ലേ. ആ, ഞാൻ കട്ട് ചെയ്യാം, പിന്നെ ഞാൻ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ എനിക്ക് കയറാൻ പറ്റുന്നില്ല. ബംഗാളികളുടെ തിരക്ക് ഫോണിൽ, ഓരോരുത്തർക്ക് ഫോൺ വിളിച്ച് ഗൾഫിൽ ഓരോ വേദനകളാണ് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്കിങ്ങനെ ഞാൻ ക്യൂ നിന്ന് എൻ്റെ വാപ്പയും അവിടെ കാത്തു നിൽക്കുകയാണ്. സമയം ഇങ്ങനെ അതിക്രമിച്ചു പോയി. അവസാനം ഞാൻ എൻ്റെ ക്യൂ നിന്ന് അടുത്തെത്തി, കിട്ടി. അത് എന്താ പറഞ്ഞാൽ വിശ്വസിക്കില്ല, കാരണം അങ്ങനെ തന്നെ സംഭവിക്കുക. എൻ്റെ ജീവിതത്തിലൊക്കെ കിട്ടുന്നില്ല, കണക്ഷൻ കിട്ടുന്നില്ല. അങ്ങനെ കുറേ ട്രൈ ചെയ്ത് എൻ്റെ ഉമ്മാട് ഞാൻ മനസ്സുകൊണ്ട് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം ഉമ്മ, നിങ്ങളെൻ്റെ ഒരു വർത്തമാനം കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്നതല്ലേ, വിളിക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ മരുഭൂമിയിലൂടെ തിരിച്ചു പോന്നു. അന്ന് ഞാൻ സുലൈമാൻ്റെ അടുത്ത് കുറേ ഇരുന്നു. കാരണം വിളിക്കാൻ തൊട്ടപ്പുറത്ത് ഒരു കടലല്ലേ കിടക്കണത്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് മിണ്ടാൻ പറ്റാതെ വാപ്പയും ഉമ്മയും അവിടെ കാത്തു നിൽക്കുന്നു എന്നുള്ളൊരു വേദന ഉണ്ട്. ഞാൻ ഈ സുലൈമാൻ്റെ അടുത്ത് ഇങ്ങനെ ഇരുന്നു. പിന്നീടൊരു ദിവസം കരീമിൻ്റെ കടയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഫോൺ വരികയാണ്. ഇവിടെ ബംഗാളിയുടെ റൂമിൽ ഫോണുണ്ട്. വരികയാണ്, ഒരു കത്ത് വന്നിട്ടുണ്ടാ, റഷീദല്ലേ, ആ ഒരു കത്ത് വന്നിട്ട്. അങ്ങനെ തോട്ടപ്പണി കഴിഞ്ഞ് ഞാൻ ഓടുകയാണ്. അന്ന് ഇയാളെ വണ്ടിയൊന്നും നിൽക്കാൻ നിന്നില്ല. സുലൈമാൻ ഒട്ടകം കിടക്കുന്ന അതേ വഴിയിലൂടെ തന്നെ പായാണ്. ഓടി അവിടെ എത്തി നോക്കിയപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് കത്ത്. അപ്പോൾ എൻ്റെ വാപ്പയാണ് കത്ത് ഫുള്ള് എഴുതുക. അതിൽ 2 പേജ് എൻ്റെ പെങ്ങന്മാർക്കും എൻ്റെ അനിയനും എഴുതാനുള്ള പേജുണ്ട്. ലാസ്റ്റ് പേജ് എൻ്റെ ഉമ്മാക്കുള്ളതാണ്. എൻ്റെ ഉമ്മാക്കാണെങ്കിൽ അക്ഷരമൊന്നും അറിയില്ല, വിദ്യാഭ്യാസമില്ല. എൻ്റെ ഉമ്മ ആകെ പഠിച്ചിരിക്കുന്നത് സ്വന്തം പേര് ആമിനു എന്ന് എഴുതാനാണ്. ഈ ആമിനു എഴുതുക, എഴുതിയിട്ട് വള്ളിയിടും, എന്നിട്ട് മാനാന്ന് എഴുതുക. സാക്ഷരതാ ക്ലാസ്സിൽ നിന്ന് ആകെ പഠിച്ചതാണ്. ഈ പേജിൽ എൻ്റെ ഉമ്മ ആമിനു എന്ന് എഴുതി വെച്ചിരിക്കുക. അതിൻ്റെ അർത്ഥം എൻ്റെ മോനെ സുഖമില്ലടാ, എൻ്റെ മോനെ ഒരു അസുഖമില്ലാണ്ട് പടച്ചോൻ കാക്കട്ടെ എന്നൊക്കെയാണെന്ന് ഞാൻ അതൊന്ന് വായിക്കാം. അങ്ങനെ ആ കത്ത് ആയിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ എൻ്റെ കാലിൻ്റെ ചുവട്ടിൽ നിന്നൊരു ഒരു ചീറ്റൽ കേൾക്കുകയാണ്. വാല് മുരടിച്ച, തല മാത്രമുള്ള, തലേന്ന് കുറച്ച് മാത്രം വാലുള്ള ഒരു പാമ്പ് അതിശക്തമായിട്ട് ഈ ലൈറ്റ് കണ്ടുകൊടുത്തേക്ക് തിരിഞ്ഞിട്ട് അങ്ങോട്ട് നിന്നിട്ട് ചീറ്റി തുടങ്ങി. എന്നെങ്കിയിരുന്നെങ്കിൽ, ഞാൻ കാലിങ്ങനെ മടക്കിയിരുന്ന് കൈ മടക്കിയിരുന്നെങ്കിൽ കൊത്തുകയും മറിഞ്ഞു വീഴുകയും അല്പനിമിഷം കൊണ്ട് ഒരു മണൽ കുന്ന് അവിടെ സൃഷ്ടിക്കപ്പെടുകയും ഞാൻ സുലൈമാനെ പോലെ അസ്ഥിയായിട്ട് മാറുകയും ചെയ്യുമായിരുന്നു. ഞാനങ്ങനെ ആ വിറ മാറാതെ റൂമിൽ വന്നിട്ട് വീണ്ടും കത്ത് വായിച്ചപ്പോൾ എൻ്റെ ഉമ്മാടെ ആമിനു എന്നുള്ളതാണ് ഞാൻ വായിച്ചത്. എൻ്റെ മോനെ യാതൊരു അസുഖമില്ലാതെ പടച്ചോ നോക്കട്ടെ എന്ന് ഞാനതെന്ന് അപ്പോഴും വായിച്ചു. ഒരു മാസം കഴിയുമ്പോഴേക്കും ഞാൻ മണലിലെ ഓരോ ജീവികൾ പോലെയൊക്കെ അങ്ങ് ആയി. അപ്പോൾ ഈ തക്കാളി ചെടി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 4 സൈഡും മരുഭൂമിയാണ്, ഒരു മരത്തണൽ പോലും ഇല്ല. പലപ്പോഴും ഞാൻ സത്യം പറഞ്ഞ വസ്ത്രങ്ങളൊക്കെ ഊരി ഒരു മൂലയിൽ വെച്ചിട്ട് ഒന്നും ഇടാതെ ഞാൻ അങ്ങനെ നടക്കും. കാരണം ഒരു ആദം നടക്കുന്ന പോലെ മരുഭൂമി ഉണ്ടാവുന്നത് അല്ലെങ്കിൽ മല ഉണ്ടാവുന്നതൊക്കെ കാണാം. ശരിക്കും നല്ല കാറ്റത്ത് വെയിലത്ത് കണ്ടാൽ ഈ മലയുടെ ടോപ്പിൽ കൊടി പറക്കുന്ന പോലെ കാണും. മണൽ പറന്നു പോകുന്നതാണ്, ഒരു കൊടിയുടെ ഒരു ഷേപ്പൊക്കെ തോന്നും. അതിങ്ങനെ പറന്ന് നിമിഷങ്ങൾക്കകം ആ മല ഇല്ലാതാവുകയും വേറൊരു മല ഉണ്ടാവുകയും ചെയ്യും. ഈ സുലൈമാനെ കാണാൻ പോകുന്ന പോക്കിൽ ഒരു മണൽക്കുന്ന് മാറിയപ്പോൾ സ്ഥലം മാറിപ്പോയി. കുറേ നടന്നു കൂട്ടി.
അങ്ങനെ അവിടെ ഏറ്റവും ഉയരമുള്ളൊരു മണലിലേക്ക് പിടിച്ച് കയറുക. ഏറ്റവും ടോപ്പിൽ ചെന്ന് കയറിയപ്പോഴാണ് ഞാൻ മനസ്സിലായത്, അതിൻ്റെ ഒരു അവസ്ഥ മനസ്സിലാക്കിയത്. ആഖിറി മസ്ജിദ് എന്ന് പറയുന്നിട്ടുള്ള ഒരു സ്വൈഹാൻ എന്നുള്ള റോഡാണെങ്കിൽ അബുദാബി ദുബായ് റൂട്ട്, എല്ലാവരും സ്വപ്നം കാണുന്ന അബുദാബി ദുബായ് റൂട്ടിലെ അങ്ങകലെ റോഡ് ലൈറ്റായിട്ട് ഇങ്ങനെ പോകുന്നത് വളരെ ദൂരെ കാണാം. അത് കണ്ട് എൻ്റെ തോട്ടത്തിൻ്റെ ഒരു അവസ്ഥയൊക്കെ ഞാൻ മനസ്സിലാക്കി, ഇന്ന സ്ഥലത്താണ് ലക്ഷ്യം എന്നൊക്കെ മനസ്സിലാക്കി ഞാനങ്ങ് ഉരുതി ഇറങ്ങി. എന്തോ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു മല ഇടിഞ്ഞ് എൻ്റെ പിന്നാലെ വരികയാണ്. ഞാൻ ഉരുതി ഇറങ്ങിയതിൻ്റെ ആ ഒരു ഇടിച്ചിൽ ഞാൻ അവിടെ തന്നെ നിൽക്കുകയാണെങ്കിൽ എന്നെ കവർ ചെയ്തിട്ട് അന്ന് തിരമാല പോലെ ആ മണൽ, അത്ര ഉയരത്തോളം മണൽ അടഞ്ഞു പോയേനെ. ഒരു 5-6 മാസം ഈ ഒരു അവസ്ഥ തുടർന്നു. കാരണം തികച്ചും പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ തന്നെയുള്ളൂ. എൻ്റെ മനസ്സൊക്കെ ഭയം മൂടി തുടങ്ങി. എനിക്ക് തിരിച്ചു പോകേണ്ടതുണ്ട്. ഞാൻ നാട്ടിൽ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് വന്നവനാണ്. എൻ്റെ നോവലിലെ നെസ്സി എന്ന് പറഞ്ഞിട്ടുള്ള കഥാപാത്രമാണത്. നിൻ്റെ നെസ്സിയെക്കുറിച്ച് പറ. ഓ, നീയും ഈ നാട്ടുകാരനായതുകൊണ്ടാണോ അറബി പെൺകുട്ടികളെ കുറിച്ച് പറഞ്ഞപ്പോൾ സുഖിക്കാത്തത്? മറുപടിയില്ല.